പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിക്കുന്ന പ്രസ്താവനയുമായി വി.കെ. ശ്രീകണ്ഠൻ എം.പി. വെളിപ്പെടുത്തിയവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണം. അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമാണ് ഈ ജനപ്രതിനിധി ചോദിക്കുന്നത്. 3.5 വർഷം മുമ്പ് നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് പരാതി വന്നു എന്നും കൂടി അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ടാണ്? അല്ല അന്ന് എന്താ നമ്മുടെ നാട്ട് അല്ല അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ. പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. പാലക്കാട് നിന്ന് വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ പരാതിക്കാർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവന നടത്തി അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുന്ന വിധത്തിൽ പരോക്ഷമായിട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ തങ്ങൾക്കെതിരെ വരുന്ന കുരമ്പുകളെ മാറ്റി വഴിതിരിച്ചുവിടാനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ എം.പി. നടത്തുന്നത്. ഇങ്ങനെയല്ലല്ലോ പ്രതികരിക്കേണ്ടത്. പരാതിക്കാരുടെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യതയിൽ മറ്റു പല കാര്യങ്ങളും പറയാം, അല്ലാതെ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്നത് കാണുന്നില്ലേ എന്നൊക്കെയാണ് ഒരു ജനപ്രതിനിധി ചോദിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ പ്രതിരോധം തീർക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പറഞ്ഞു പോയതാണോ? ആ ദിവസം നമുക്ക് അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ഇതിനു മുമ്പ് ഈ യുവനടി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ ഈ യുവനടിക്ക് നേരെ കോൺഗ്രസ് സൈബർ ഇടങ്ങളിൽ നിന്ന് നേരിട്ട ആക്രമണങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ പൊതു ഇടങ്ങളിൽ തന്നെ അത് ലഭ്യമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ കുറച്ചുകൂടി കടന്നുകൊണ്ട് ഒരു മുഖ്യധാര കോൺഗ്രസിൻ്റെ നേതാവ്, ഒരു എം.പി., നിലവിൽ ഒരു സിറ്റിംഗ് എം.പി. ആയിട്ടുള്ളൊരു വ്യക്തി തന്നെ ഇത്തരം ഒരു പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇന്നിപ്പോൾ വി.കെ. ശ്രീകണ്ഠൻ നടത്തിയ ഒരു വാർത്താ സമ്മേളനം പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമായി മനസ്സിലാകും. രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു വി.കെ. ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം പരാതി വന്നിട്ടില്ല, ഒരു വ്യക്തിയും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലെ പരാതി നൽകിയിട്ടില്ല. അപ്പോൾ അതിൽ ഒരു മറ്റു നടപടികൾ നടത്തേണ്ട കാര്യമില്ല. പക്ഷേ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് കോൺഗ്രസിന്റെ ഒരു മാന്യത എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു. അത് മറ്റു പാർട്ടികൾ ചെയ്യുന്ന കാര്യമല്ല എന്നുള്ളതടക്കമുള്ള വലിയ ഒരു എന്താ പറയുക പ്രതിരോധ നടപടികളാണ് ഇന്നിപ്പോൾ വി.കെ. ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതിക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആ ഒരു യുവ നടി അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കണം, അത് എന്തെന്ന് പരിശോധിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രസ്താവന വി.കെ. ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ന്യായീകരണം അർദ്ധവസ്ത്രം ഇട്ടുകൊണ്ടുള്ള തരത്തിലുള്ള ഫോട്ടോകൾ മന്ത്രിമാരുടെ ഒപ്പമുണ്ട്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പരാതി വന്നത് എല്ലാം കോർത്തിണക്കി അതിൽ ഒരു പരിശോധന വേണം. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കണം. ഇത് രാഹുലിന് നേരെ നടക്കുന്ന രാഷ്ട്രീയ പടയൊരുക്കത്തിന്റെ ഭാഗമാണ്. ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് രാഹുലിനെ സൈഡാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായി വേണം നമ്മൾ ഇതിനെയെല്ലാം കണക്ക് കൂട്ടാൻ. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇന്നിപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വി.കെ. ശ്രീകണ്ഠൻ എം.പി.യുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ ഇങ്ങനെയാണോ പ്രതിരോധം തീർക്കേണ്ടത് എന്ന സംശയം തോന്നും വിധമാണ് ഒരു ജനപ്രതിനിധി പ്രതികരിച്ചിരിക്കുന്നത്.